you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. നമസ്കാരം, ഞാൻ ഗിരീഷ് കുമാർ, കലാമണ്ഡലം 2024 കമ്മിറ്റിയുടെ വൈസ് ചെയർമാനാണ്. ടാൻസാനിയയിലെ മലയാളികളുടെ സാംസ്കാരിക കൂട്ടായ്മയായ കലാമണ്ഡല ടാൻസാനിയയുടെ 2024 ക്രിസ്മസ് ആഘോഷത്തിൻ്റെ വേദിയിലാണ് നമ്മളുള്ളത്. ക്രിസ്മസിൻ്റെ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ആഘോഷമായ ക്രിസ്മസിൻ്റെ സന്ദേശം അംഗങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു ആഘോഷ പരിപാടിയാണ് ഞങ്ങളിവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആഘോഷത്തിൻ്റെ ദീപ്തമായ രാവിൽ സന്തോഷത്തിൻ്റെയും നർമ്മത്തിൻ്റെയും ചെറിയ ചെറിയ രഹസ്യങ്ങളിലും ഉള്ള ഒരു യാത്രയിലേക്ക് നിങ്ങളെ ഞങ്ങൾ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. മെറി ക്രിസ്മസ് ടു ഓൾ. ലോകത്തിന് മുഴുവൻ സന്തോഷവും പ്രത്യാശയും പകരാനായി ആ താരത്തിൻ്റെ പ്രകാശം ഭൂമിയിൽ ഉദിച്ചു. അത് തിന്മയെ മറികടക്കുന്ന ദിവ്യപ്രകാശമായിരുന്നു. അത്തരത്തിലൊരു ദീപം നമുക്കും നമ്മുടെ ഹൃദയങ്ങളിൽ തെളിയിക്കാം. സ്നേഹത്തിൻ്റെയും കരുണയുടെയും വെളിച്ചമാണ്. സ്നേഹപൂർവം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഫാദർ CM ജോർജ് കോൾ എപ്പിസ്കോപ്പ, ഫാദർ ലിൻഡോ സ്റ്റീഫൻ VC, തുളസിയേട്ടൻ, അലക്സ ചായൻ, M ജോർജ് ബേബി, സ്മിത സജി, ജോസ് കുര്യൻ, റിജു ലിജോ, കുഞ്ഞിക്ക, ഡോക്ടർ ടോം ജോസ്, സുശീല സതീഷ് കുമാർ, പ്രദീപേട്ടൻ, വിജയേട്ടൻ, ഗിരീഷേട്ടൻ. കൊച്ചു മക്കളെ ഒന്ന് സ്റ്റേജിലേക്ക് വേഗം വരേണ്ടതാണ്. മക്കളെ ഒന്ന് ഓടി വരും സ്റ്റേജിലേക്ക്. Thank you so much. Thank you. We are going to make it as a memorable event. Thank you so much for your cooperation. Let these lights come on. Thank you so much. Thank you so much. Thank you so much for making this event a memorable and a beautiful one. These lamps are going to light our lives. നമ്മുടെ ഉള്ളിലും ഇതേപോലത്തെ ഒരു പ്രകാശം എന്നും ഉണ്ടാവട്ടെ, മറ്റുള്ളവരെ പ്രകാശിപ്പിക്കാനും നമ്മുടെ ജീവിതങ്ങളിൽ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. Thank you so much dear അച്ഛൻ, Father CM George Core Episcopa, Father Lindo Stephen, തുളസിയേട്ടൻ, അലക്ഷൻ, ജോർജ് ബേബി ചേട്ടൻ, സ്മിത സജി,
Mr. Jose Kurian, Mr. Riju Lijo, Mr. Tom Jose, Mrs. Sushila Satish Kumar, and Mr. Pradeep Kunika. Thank you so much. Thank you so much, Makale. You can be back to your seats. ഒത്തിരി സന്തോഷം. നല്ലൊരു തുടക്കം തരാൻ സഹായിച്ച എല്ലാവരോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. Let's begin. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. സ്നേഹവും സമാധാനവും പ്രചരിപ്പിച്ച യേശുക്രിസ്തുവിന്റെ ജന്മദിനം ആഘോഷിക്കാൻ ഒത്തുചേർന്ന നമ്മുടെ കലാമണ്ഡലം കുടുംബത്തിലെ ഓരോരുത്തരുടെ മനസ്സുകളിലും ഈ നിത്യസ്നേഹവും സമാധാനവും നിലനിൽക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. All set? ജോഷിന് നീ അറിഞ്ഞോ ഇത്തവണ സാന്റ ഇല്ല? എന്ത് സാന്റ ഇല്ലേ? സാന്റ ഇല്ലേ? ഇല്ല, ആരും അറിയണ്ട. പറയല്ല, അതേ മെല്ലെ പറയാം, എല്ലാരും കേൾക്കൂ. സാന്റ ഇല്ലാണ്ട് എന്ത് ക്രിസ്മസ് ആഘോഷിക്കാനാ പ്ലാന്? കമ്മിറ്റിക്കാർ അറേഞ്ച് ചെയ്തിരുന്നു, പക്ഷേ ഇപ്പോ നമ്മൾ അറിയണത് നിങ്ങൾ തന്നെ കൊണ്ടുവരണം, വേറെ ഒരു പരിപാടിയല്ല. എല്ലാ പരിപാടി പരിപാടി എങ്ങനെ ചെയ്യാനാ? നമുക്ക് സാന്റയുടെ ആവശ്യമുണ്ട്. സാന്റ ഇല്ല, സാന്റ ഇല്ല എന്ന് പറയണു. എന്തോ ഇപ്പൊ ചെയ്യാ? ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവാ? കുട്ടികളെ, നിങ്ങൾക്ക് സാന്റ വേണ്ടേ? സാന്റനെ കാണാനല്ലേ നിങ്ങളൊക്കെ വന്നേ? സാന്റ ഇല്ല ഇത്തവണ. എന്ത് ചെയ്യും നമ്മള്? ഒരു രക്ഷയില്ല. നമ്മള് കമ്മിറ്റിക്കാര് മാക്സിമം ശ്രമിച്ചു, പക്ഷെ നിങ്ങൾ ഇത് നോക്കി. ന്യൂസോ? ഇന്നത്തെ പ്രധാന വാർത്തകൾ. ക്രിസ്മസ് ഒക്കെ അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ വളരെ വിഷമമുള്ള വാർത്തയാണ് ഇന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചില സാങ്കേതിക കാരണങ്ങളാൽ ഇത്തവണ സാന്റ വരില്ല, സാന്റ ഇല്ലാത്ത ക്രിസ്മസ് നമുക്ക് സങ്കല്പിക്കാനാകുമോ? ഈ വാർത്ത ശരിയാണോ? അങ്ങനെയെങ്കിൽ എന്താണ് ഇതിന് കാരണം? ഇതുപോലത്തെ ഒത്തിരി ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമായി നമ്മുടെ റിപ്പോർട്ടർ നിങ്ങളോടൊപ്പം ചേരുന്നു. ഹലോ സന്ധ്യ, കേൾക്കാമോ? ഹലോ സന്ധ്യ, കേൾക്കാമോ? കേൾക്കാം മിസ്റ്റർ നിതീഷ് കുമാർ. എന്താണ് സാന്റ ഇല്ല, ഇങ്ങനെ ഒരു വാർത്ത പ്രചരിക്കുന്നുണ്ടല്ലോ, ഇത് സത്യമാണോ? സത്യമാണ് നിതീഷ് കുമാർ. സാന്റ പണി നിർത്തുന്നു എന്നാണ് കേട്ടത്. പണി നിർത്തുന്നോ? ഒന്ന് വിശദീകരിക്കാമോ? അതെ, ചില സാങ്കേതിക ബുദ്ധിമുട്ട്, ചില മാനസിക ബുദ്ധിമുട്ടുകൾ കാരണം ഇനി സമ്മാനങ്ങളുമായി സാന്റ വരില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. സന്ധ്യ, കാരണമൊന്ന് വ്യക്തമാക്കാമോ? എനിക്ക് ഇത്തവണ സമ്മാനങ്ങളുമായി വന്ന സാന്റയെ കുറിച്ച് പിള്ളേര് ചേർന്ന് കളിയാക്കി. അവർക്ക് സമ്മാനങ്ങൾ വേണ്ട എന്നും അവർ ഈ ആമസോൺ, ഫ്ലിപ്കാർട്ട് വഴി വാങ്ങിക്കൊള്ളാമെന്നും പറഞ്ഞു. മാത്രമല്ല ബ്രാൻഡഡ് ഐറ്റംസ് മാത്രമേ അവർ ഉപയോഗിക്കൂ എന്നും പറഞ്ഞു. ഇതാണോ യഥാർത്ഥ പ്രശ്നം? അതെ, ഒരു വർഷത്തേക്കുള്ള സമ്മാനം കൈകൊണ്ടുണ്ടാക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക എന്നത് സാന്റയുടെ ആഗ്രഹമാണ്. നമ്മുടെ മക്കൾക്ക് ഇതിപ്പോൾ ആവശ്യമില്ലല്ലോ. സാന്റയ്ക്ക് ഇതിൽ വിഷമുണ്ടാക്കുകയും ഇനി പണിക്ക് താൻ ഇല്ല എന്നും പറഞ്ഞു. നന്ദി സന്ധ്യ, വളരെ വേദനിപ്പിക്കുന്ന വാർത്തയാണ് ഇത്. സാന്റ ഇല്ലാത്ത ക്രിസ്മസ്, അത് നമുക്ക് എങ്ങനെ ഉണ്ടാകും എന്ന് നോക്കാം. നമ്മുടെ റിപ്പോർട്ടർമാർ സാന്റയെ നോക്കി പോയിട്ടുണ്ട്. മറ്റു വാർത്തകൾക്കായി നമുക്ക് കാത്തിരിക്കാം. അതിനു മുമ്പ് നമുക്ക് പരിപാടി സ്റ്റാർട്ട് ചെയ്താലോ? എന്ന് നമുക്ക് കാര്യപരിപാടിയിലേക്ക് കടക്കാം. അതായിരിക്കും നല്ലത്.
അതെ അതെ, ആദ്യമായി നിങ്ങളെ ഓരോരുത്തരെയും നമ്മളുടെ ഈ കുടുംബാംഗങ്ങളുടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാനായി ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മളുടെ വൈസ് ചെയർമാൻ ഗിരീഷ്. പ്രിയപ്പെട്ട കലാമണ്ഡലം കുടുംബാംഗങ്ങളെ നമസ്കാരം. കലാമണ്ഡലം ടാൻസാനിയയുടെ ക്രിസ്മസ് ഈവ് ആഘോഷമായ സാന്റ സെർച്ചിങ് പാർട്ടിയിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആഘോഷത്തിൻ്റെ ദീപ്തമായ രാവിൽ നർമ്മവും സന്തോഷവും ചെറിയ രഹസ്യങ്ങളും ചേർന്ന ഒരു യാത്രയിലേക്ക് നമ്മൾ പുറപ്പെടുകയാണ്. Without further delay, let's start the Santa Searching Party. Merry Christmas to all. Thank you. ഏതൊരു പരിപാടിയും ആരംഭിക്കുന്നതിനേക്കാളും മുമ്പ് പ്രാർത്ഥന അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് പ്രയർ ഡാൻസോട് കൂടി ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. ഐ റിക്വസ്റ്റ് ജാനിൻ എലിസബത്ത് ലേർണർ, അലാന അലക്സി, ഇഷ എലിഷബ മനോജ്, ഐറിൻ സൂസൻ ഷൈജു, എവ്ലിൻ ജൂലിൻ to the stage. Choreography Janin Elizabeth Lerner, coordinated by Lena Shaiju and Sonia Julin.
ദൂരെ നിന്നും മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. മരുഭൂമിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങി നിന്നു. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങി നിന്നു. സ്തുതിഗീതങ്ങൾ പാടി ദൂരെ നിന്നും മരുഭൂമിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. മനുഷ്യനായി ബെത്ലഹേമേ മഞ്ഞു പെയ്യുന്ന മലമടക്കി. ഹല്ലേലൂയ ഹല്ലേലൂയ. മണ്ണിലും വിണ്ണിലും മന്ദഹാസം പെയ്യും മധുര മനോഹര ഗാനം. മണ്ണിലും വിണ്ണിലും മന്ദഹാസം പെയ്യും മധുര മനോഹര ഗാനം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവം പിറക്കുന്നു മനുഷ്യനായി ബെത്ലഹേമേ മഞ്ഞു പെയ്യുന്ന മലമടക്കി. ഹല്ലേലൂയ ഹല്ലേലൂയ. മണ്ണിലും വിണ്ണിലും മന്ദഹാസം പെയ്യും മധുര മനോഹര ഗാനം. മണ്ണിലും വിണ്ണിലും മന്ദഹാസം പെയ്യും മധുര മനോഹര ഗാനം. വാനം തെളിഞ്ഞു
പാടി മഹനീയം സ്തോത്രഗീതം മന്നിതിൽ നാദനായി സ്നേഹസങ്കീർത്തനം തുടിതാളമോടെ മേളമോടെ പാടിടാമിന്നൊരു മനമായി തുടിതാളമോടെ മേളമോടെ പാടിടാമിന്നൊരു മനമായി താരം തെളിഞ്ഞു രാവിൽ വെള്ളിമേഘം നിരന്നു വാരി ആമോദമോടെ നിന്നോ വാനവും ഭൂമിയും ശാന്തരാത്രി തിരുരാത്രി പുൽക്കൊടിലിൽ പൂത്തൊരു രാത്രി വിണ്ണിലെ താരകദൂതരിറങ്ങിയ മണ്ണിൻ സമാധാന രാത്രി ഉണ്ണി പിറന്നു ഉണ്ണി യേശു പിറന്നു ഉണ്ണി പിറന്നു ഉണ്ണി യേശു പിറന്നു ഉണ്ണി പിറന്നു ഉണ്ണി യേശു പിറന്നു ശാന്തരാത്രി തിരുരാത്രി പുൽക്കൊടിലിൽ പൂത്തൊരു രാത്രി വിണ്ണിലെ താരകദൂതരിറങ്ങിയ മണ്ണിൻ സമാധാന രാത്രി ഉണ്ണി പിറന്നു ഉണ്ണി യേശു പിറന്നു ഉണ്ണി പിറന്നു ഉണ്ണി യേശു പിറന്നു ഉണ്ണി പിറന്നു ഉണ്ണി യേശു പിറന്നു കണ്ണും കണ്ണും കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനായി കാതോടു കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന് കണ്ണും കണ്ണും കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനായി കാതോടു കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന് ആകാശവീതിയിൽ മാലാഖമാരവ സ്നേഹത്തിൻ നിറകുടമായി താരാട്ടുപാടി ഉറക്കിടുവാനായി മനതാരിൽ നിറച്ചിരുന്നു ആകാശവീതിയിൽ മാലാഖമാരവ സ്നേഹത്തിൻ നിറകുടമായി താരാട്ടുപാടി ഉറക്കിടുവാനായി മനതാരിൽ നിറച്ചിരുന്നു ഇത്ര നല്ല സ്നേഹത്തെ തന്ന നല്ല നാഥനെ വെള്ളിരാവിൽ പാടി സ്തുതിക്കാം ഇത്ര നല്ല സ്നേഹത്തെ തന്ന നല്ല നാഥനെ വെള്ളിരാവിൽ പാടി സ്തുതിക്കാം കണ്ണും 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 കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനാ കാതോടു കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന് ജീവന്റെ പാതയിൽ കാരുണ്യകരമായി കരുണാർദ്രനലിഞ്ഞ ദിനം ആലോലമാട്ടിലടിച്ചിടുവാനായി കൃപയിൽ നിറഞ്ഞിരുന്നു ജീവന്റെ പാതയിൽ കാരുണ്യകരമായി കരുണാർദ്രനലിഞ്ഞ ദിനം ആലോലമാട്ടിലടിച്ചിടുവാനായി കൃപയിൽ നിറഞ്ഞിരുന്നു ഇത്ര നല്ല സ്നേഹത്തെ തന്ന നല്ല നാഥനെ മെല്ലെരാവിൽ പാടി സ്തുതിക്കാം ഇത്ര നല്ല സ്നേഹത്തെ തന്ന നല്ല നാഥനെ മെല്ലെരാവിൽ പാടി സ്തുതിക്കാം കണ്ണും 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 കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനായി കാതോടു കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന് ദൈവപുത്രൻ പിറക്കുമെന്ന് ദൈവപുത്രൻ പിറക്കുമെന്ന് ഞങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി നല്ലൊരു ക്രിസ്മസ് ഗാനം ആലപിച്ച ലിൻഡോ അച്ഛനും ടീമിനും നല്ലൊരു നന്ദി. അതെ, അടുത്തത് എന്താ പരിപാടി? അടുത്ത പരിപാടിയല്ല, പുതിയ
പുതിയ അപ്ഡേറ്റ്സ് ഒന്നും മക്കളെ ഞങ്ങൾക്ക് സാന്റേനെ കാണണ്ടേ ഇനിയോ? എന്ത് സാന്റ വരാനെന്നറിയോ? മനസ്സിലായില്ല? നേരത്തെ ന്യൂസ് കേട്ടില്ല? സാന്റ നിങ്ങളോട് പണങ്ങിയിരിക്കുക. സാന്റ ഇനി മുതൽ ഗിഫ്റ്റുമായിട്ട് ഡെലിവറി ചെയ്യാൻ വേണ്ടി പോകുന്നില്ല എന്നാ പറയണേ. നിങ്ങൾക്ക് ആർക്കും സാന്റയുടെ ഗിഫ്റ്റ് സാന്റനെ വേണ്ടല്ലോ. സാന്റനെ വേണമെങ്കിൽ എല്ലാവരും കാത്തിരിക്കത്തില്ലേ സാന്റനെ കാണണമെങ്കിലേ? അങ്ങനെ ആരും ഇരിക്കുന്നില്ല പോലും. അതുകൊണ്ട് സാന്റ ഇപ്രാവശ്യം വരത്തില്ല എന്ന് പറഞ്ഞു. സാന്റ ഇപ്പൊ വേറെ പണിയൊക്കെ അന്വേഷിച്ച് പോകുക. അതെ, ഇപ്പത്തെ പുതിയ അപ്ഡേറ്റ് വന്ന് എന്താണെന്നറിയോ? സാന്റ തെങ്ങിന്റെ തടം എടുക്കാൻ പോവാ പോലും. എന്താ ചെയ്യാ? തെങ്ങിന്റെ കടവോ? ആ, ന്യൂസ് കണ്ടോ? സാന്റ തെങ്ങിന്റെ തടം എടുക്കാൻ പോവാം. നമുക്ക് കാണാം. ഞാൻ നിങ്ങളെ എവിടെയോ? അയ്യോ, എന്നെ നിങ്ങൾക്കറിയില്ല. പക്ഷെ നിങ്ങളെ ഈ വെള്ളത്താടി വെച്ച ഗഡി ഞാൻ എവിടെയോ? ഇപ്പൊ ഈ അടുത്ത് കല്യാണം കഴിഞ്ഞ സീരിയൽ നടനാണോ? സാന്റല്ലേ? എന്നെ കാണാൻ പണ്ട് വന്നിട്ടുണ്ട് സമ്മാനങ്ങളുമായി. ഒരു മാറ്റൽ റഗടി. സാന്റയ്ക്ക് ഒരു മാറ്റവും ഇല്ല. പക്ഷെ ഇവിടെ ഉള്ളവരൊക്കെ ഒത്തിരി മാറി. പണ്ടൊക്കെ കുഞ്ഞുമക്കൾ എന്നെ കാത്തിരിക്കുമായിരുന്നു. കഴിഞ്ഞ ദിവസം പോയ വീടുകളിലൊക്കെ പിള്ളേർ ഒരു കൊച്ചു സ്ലേറ്റും പിടിച്ചിരിക്കുന്നു. എന്റെ സാന്റ, അത് സ്ലേറ്റ് അല്ല, ഫോണോ ടാബായിരിക്കും. ഇവിടെ ഇപ്പൊ ഇങ്ങനെയാണ്. പിള്ളേര് മാത്രല്ല, വലിയവരുടെ അവസ്ഥ ഇത് തന്നെയാണ്. ഈ ഞാൻ തന്നെ കണ്ടില്ലേ, ഇന്റർനെറ്റ് തീർന്നുകൊണ്ട് പുറത്തിറങ്ങിയതാണ് ഇഷ്ട. അല്ല, സാന്റയുടെ കയ്യില് സമ്മാനത്തിന് പകരം മൺവെട്ടിയോ? വയ്യ മോനെ, ഞാനിപ്പോ സമ്മാനങ്ങളുമായി പോകുന്നില്ലെന്നേ. എന്റെ സമ്മാനങ്ങൾക്കൊന്നും ഒരു വിലയില്ല. കുഞ്ഞു മക്കൾക്ക് എൻ്റെ ഒപ്പം കളിക്കണമെന്നൊന്നും ഇല്ലെന്നേ. പിന്നെ ഞാൻ ആർക്ക് വേണ്ടിയാണ്? ആ, ഇപ്പൊ ഒരു പുതിയ പണി തപ്പി ഇറങ്ങിയതാണ്. ഇവിടെ എവിടെയോ തെങ്ങിന്റെ തടം തുറക്കാനുണ്ട് എന്ന് കേട്ട് വന്നതാണ്. ഇതൊക്കെ സാന്റയെ കൊണ്ട് പറ്റുമോ? വയ്യ മോനെ, പ്രായമായവരല്ലേ. കിതപ്പ് കാരണം പണിയെടുക്കാൻ പറ്റുന്നില്ല. വേറെ എന്തെങ്കിലും പണിക്ക് പോയിട്ടുള്ള ഇഷ്ട? ആട്ടെ, മോൻ എന്താ പണി? എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ആയില്ല. എന്റെ ഡാഡി തെങ്ങ് കയറാൻ പോകും മമ്മി തൊഴിലുറപ്പിന്. എല്ലാ ദിവസവും ഫുഡ് ടേബിളിനെടുത്ത് കഴിക്കണം. അതിനൊരു പണി. പിന്നെ ഫോൺ ചാർജ് ചെയ്യാൻ പുറത്തു പോണം. ഇതൊക്കെ തന്നെയാണ് മക്കളെ പണി. അല്ല, ഈ കൂടവയറും വെച്ച് ഇതൊക്കെ ചെയ്യാൻ സാധിക്കും നാണാവില്ലേ? തടിയൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആണ്. ഇപ്പൊ 6 പാക്ക് ആണ് ട്രെൻഡ്. ഇതെന്തൊരു ഷേപ്പാണ് സാന്റ. വല്ല ജിമ്മിലും ചേർന്ന് തടി കുറയ്ക്കാൻ നോക്കാദ്യം. ജിമ്മിൽ പോയാ തടി കുറയോ മോനെ? എന്നാ ഞാനൊന്ന് പോയി നോക്കട്ടെ. ഹാവൂ, രാവിലെ തൊട്ട് ഞാൻ ആലോചിക്കുകയാണ് ഇന്ന് ആരെ കുറ്റം പറയുമെന്ന്. ഒരു വീഡിയോയുടെ താഴെ ഒരു കമന്റ് ഇടാൻ നേരത്താണ് ഇന്റർനെറ്റ് തീർന്നത്. സമാധാനായി. ഇനി ഇന്ന് നന്നായിട്ട് അങ്ങോട്ട് ഉറങ്ങാം. ഇത് കുഴപ്പമാകുന്ന തോന്നുന്നു കേട്ടോ. എന്ത് കുഴപ്പമുണ്ടാവാനാ? ന്യൂസ് ചാനൽ 2 ദിവസത്തെ പ്രൈം ഡിബേറ്റ് ഇട്ടിട്ട് അതങ്ങ് പോയിരിക്കും. പിന്നെ ഈ ക്രിസ്മസ് സീസൺ കഴിയുമ്പോൾ സാന്റനെ എല്ലാവരും മറക്കും. ഇഷ്യൂ പഴയതുപോലെ തന്നെ നിൽക്കും. വേറൊരു പ്രശ്നം ഉണ്ടാവില്ല. നമുക്ക് ഇനി അടുത്ത പരിപാടിയിലേക്ക് പോകാം. അത്ര തന്നെ. ആ, എന്നാ ശരി.
ക്രിസ്മസ് ദൂതില്ലാതെ ആഘോഷങ്ങൾ എങ്ങനെ പൂർണ്ണമാകും? അടുത്തതായി നമുക്ക് വേണ്ടി നല്ലൊരു ക്രിസ്മസ് സന്ദേശം നൽകാനായി ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു റെവറൻഡ് ഫാദർ CM ജോർജ് കോർ എപ്പിസ്കോപ്പ. എല്ലാവർക്കും ക്രിസ്തുനാഥൻ്റെ ജന്മപ്പെരുന്നാളിൻ്റെ ആശംസകൾ നേർന്നുകൊള്ളുന്നു. പണ്ടുകാലത്തൊക്കെ നമ്മുടെ നാട്ടിൽ ഇന്നത്തെ പോലെ അധർമ്മങ്ങളും അന്യായങ്ങളും അസത്യവും പെരുകിയിരുന്ന അവസരത്തിൽ ലോകശാന്തിക്ക് വേണ്ടി മുനി പൂങ്കവന്മാർ വനത്തിൽ പോയി ഗുഹകളിലിരുന്ന് അവർ തപസ്സിരുന്ന് പ്രാർത്ഥിച്ചു. അസത്തോ മാം സത്ഗമയ, തമസോ മാം ജ്യോതിർഗമയ, മൃത്യോ മാം അമൃതംഗമയ, ഓം ശാന്തി ശാന്തി ശാന്തി. ലോകത്തിൽ ശാന്തി സമാധാനം ഉണ്ടാകണമെന്നായിരുന്നു അവരുടെ പ്രാർത്ഥന. ഇന്നേക്ക് 2050 വർഷങ്ങൾക്ക് മുമ്പ് ഇപ്രകാരമുള്ളതായ ലോകജീവിതമായിരുന്നു. ലോകത്തെമ്പാടും പട്ടിണിയും രോഗങ്ങളും അശാന്തിയും അന്യായവും അസത്യവും നിറഞ്ഞിരുന്ന അവസരത്തിൽ മാനവരാശി സമാധാനത്തിന് വേണ്ടി കാത്തിരുന്ന അവസരത്തിലാണ് ബേത്ലഹേമിലെ പുൽക്കൂട്ടിൽ യേശുക്രിസ്തു ജാതനായത്. ലോകത്തിന് നല്ല സന്ദേശം നൽകി. ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ യേശുക്രിസ്തു പഠിപ്പിച്ചതായ ആ സന്മാർഗങ്ങളെയാണ് നമ്മൾ ആചരിക്കേണ്ടത്. അതാണ് നടപ്പിലാക്കേണ്ടത്. ഇന്നും ലോകത്തിൽ അനേകരെ സമാധാനമില്ല, സന്തോഷമില്ലാതെ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും രോഗത്തിലുമൊക്കെ ജീവിക്കുന്ന അവസരത്തിൽ അവരെ സന്ദർശിക്കുകയും അവർക്ക് കഴിയുന്ന സഹായം ചെയ്യുന്ന മുഖാന്തരമായി ഈ ക്രിസ്മസ് സാർത്ഥകമായി തീർക്കണം. നമുക്കും ഈ വർഷത്തെ ക്രിസ്മസ് ആചരണയോടുകൂടി നമുക്കും നല്ല യേശുക്രിസ്തു ലോകത്തിന് കാണിച്ചതായ ആ വെളിച്ചം നമുക്കും എല്ലാവർക്കും പകർന്നു കൊടുക്കാം. അതിന് ഈശ്വരൻ സഹായിക്കട്ടെ. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ ആശംസകൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിച്ചുകൊള്ളുന്നു. താങ്ക് യു റെവറൻഡ് ഫാദർ CM ജോർജ് കോർ എപ്പിസ്കോപ്പ. ക്രിസ്മസ് ഗാനങ്ങളാണല്ലോ എന്നും ആഘോഷങ്ങളെ കൂട്ടുന്നത്. നമ്മൾ കേട്ടുമറന്നതായ പുതിയതും പഴയതുമായ ഗാനശേഖരവുമായി ക്രിസ്മസ് മെഡ്ലി റെവറൻഡ് ഫാദർ CM ജോർജ് കോർ എപ്പിസ്കോപ്പ ആൻഡ് ടീം നയിക്കുന്ന ക്രിസ്മസ് മെഡ്ലിയാണ് അടുത്തത്. കോർഡിനേറ്റഡ് ബൈ സജി C ജോസഫ് ആൻഡ് ഡെനി അജു. വെൽക്കം ടു ദ സ്റ്റേജ്.
മാസത്തിൻ കുളിരും രാവിൽ രാപാർത്തിരുന്നോ രജപാലകർ ദേവനാദം കേട്ടു ആമോദരം. ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൽ കുളിരും രാവിൽ രാപാർത്തിരുന്നോ രജപാലകൻ ദേവനാദം കേട്ടു ആമോദരായി. വർണ്ണരാജികൾ വിടരും വാനിൽ വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ രാജകുമാരിയോടൊത്തന്നു തിങ്കൾ തലപാടി ഗ്ലോറിയ വന്നു തിങ്കൾ തലപാടി ഗ്ലോറിയ. പൈതലാ യേശുവേ ഉമ്മ വെച്ചുണർത്തിയ ആട്ടിടയ ഉന്നതരേ നിങ്ങൾ തൻ ഹൃദയത്തിൽ യേശുനാഥൻ പിറന്നു. പൈതലാ യേശുവേ ഉമ്മ വെച്ചുണർത്തിയ ആട്ടിടയ ഉന്നതരേ നിങ്ങൾ തൻ ഹൃദയത്തിൽ യേശുനാഥൻ പിറന്നു. ലലലാ 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 ലലാ ആഹാ ഗോശാലയിൽ ഭൂജാതനായി രാജാധിരാജനിന്ന് മേഖലവേ താഴ്വരയിൽ ആനന്ദധ്വനി മുഴങ്ങി. തപ്പുതാളം മേളമോടെ ആർത്തുകീർത്തി ആർത്തുപാടാം. ദേവാദിദേവൻ പിറന്ന രാത്രിയിൽ ശാന്തരാത്രിയിൽ ദൂരെ നിന്നും ദൂരെ ദൂരെ നിന്നും മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി മൂന്നു രാജാക്കന്മാരെത്തി.
Christmas to you. Happy Christmas to you. Happy Christmas to you. May the God bless 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 you. Happy Christmas to you. അച്ഛനെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സ്നേഹബഹുമാനപ്പെട്ട ഫാദർ CM ജോർജ് എപ്പിസ്കോപ്പ, കലാമണ്ഡലം ഭാരവാഹികളെ, സ്നേഹം നിറഞ്ഞ എൻ്റെ മലയാളി സഹോദരങ്ങളെ, ഹാപ്പി ക്രിസ്മസ് ടു യു ഓൾ. താങ്ക് യു. ഇന്നിവിടെ ആയിരിക്കുന്ന സമയത്ത് ഒത്തിരി സന്തോഷമുണ്ട്. ആദ്യമായിട്ടാണ് കലാമണ്ഡലത്തിൻ്റെ ഒരു പരിപാടി എനിക്ക് കൂടാനായിട്ടൊരു അവസരം കിട്ടുന്നത്. ഇത്രയധികം മലയാളികൾ ഈ ആഫ്രിക്കയിൽ, ഈ ടാൻസാനിയയിലുണ്ടെന്ന് കണ്ണു തുറന്ന് കാണുന്നൊരവസരം കൂടിയാണെന്ന്. ഒത്തിരി സന്തോഷമുണ്ട്. ഈ ക്രിസ്മസിനായിട്ട് ഒന്നിച്ചു കൂടുന്ന ഈ സ്നേഹത്തിൻ്റെ അവസരത്തിൽ അതുതന്നെയാണ് ക്രിസ്മസിൻ്റെ സന്ദേശവും. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: തന്നിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്ന് പറയുന്നത്. ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചതിൻ്റെ അടയാളമാണ് തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നത്: ദൈവം സ്നേഹമാണ്, സ്നേഹമായ ദൈവം തൻ്റെ സ്നേഹമായ പുത്രനെ ഈ ലോകത്തിലേക്ക് തന്ന വലിയ സ്നേഹം, അതാണ് ക്രിസ്മസ്. അപ്പൊ ഈ ക്രിസ്മസ് എന്ന് പറയുന്നത് ദൈവം തൻ്റെ സ്നേഹത്തെ, തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് തന്ന ഒരു വലിയൊരു അടയാളമാണ്. അപ്പൊ ക്രിസ്മസ് എന്ന് വെച്ചാൽ സ്നേഹത്തിന്റെ നൽകലാണ്. അപ്പോൾ ഈ സ്നേഹത്തിന്റെ ആഘോഷമാണ് ക്രിസ്മസ്. ക്രിസ്മസിന്റെ ഒരു ആഘോഷം പൂർണ്ണമാകുന്നത് സ്നേഹം കൊടുക്കലിലൂടെയാണ്. അപ്പൊ ഈ ഒന്നിച്ചു ചേരലും പല നാട്ടിലും, കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് വന്ന നമ്മളെല്ലാവരും പലതരത്തിലുള്ള ഉത്തരവാദിത്തങ്ങളുള്ളവർ, പലതരത്തിലുള്ള ജോലി ഭാരങ്ങളിലുള്ളവരെല്ലാം ഒന്നിച്ചുകൂടി നമ്മുടെ സ്നേഹം പങ്കുവെക്കുന്ന ഈ ഒരു അവസരം എന്ന് പറയുന്നത് ദൈവത്തിന് കൊടുക്കുന്ന ഒരു അവസരം കൂടിയാണ്. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 19-20 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: എവിടെയെല്ലാം 2 പേർ ഒന്നിച്ചു ചേർന്ന് എൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ഞാൻ നൽകും. അതുപോലെ തന്നെ 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കുന്ന പറയുന്നത്. അപ്പൊ എവിടെയെല്ലാം ഒരുമിച്ച് ചേർന്ന് സ്നേഹത്തോടെ ആയിരിക്കുന്നു അവിടെയെല്ലാം ദൈവത്തിന്റെ വലിയ സാന്നിധ്യമുണ്ട്. അവിടെയെല്ലാം ക്രിസ്തു ജനിക്കുന്നുണ്ട്. അവിടെയെല്ലാം ക്രിസ്തുവിന് ജനിക്കാൻ ഒരു അവസരം നൽകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മൾ ഒന്നിച്ചു ചേരുന്ന ഈ അവസരത്തിൽ ദൈവം നമ്മുടെ ഇടയിൽ ജനിക്കുന്നുണ്ട്. ആ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മൾ ഓർക്കുന്നുണ്ട്. ഇത് തന്നെയാണ് ക്രിസ്മസ്. അത് സ്നേഹത്തിന്റെ കൊടുക്കലാണ്, സ്നേഹത്തിന്റെ സ്വീകരിക്കലാണ്. ദൈവം ഈ ലോകത്തിലേക്ക് സ്നേഹം തന്നതാണ് ക്രിസ്മസ്. ആ സ്നേഹത്തെ നമുക്ക് ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുക. ഇങ്ങനെ നമ്മൾ പറയാറുണ്ടല്ലോ, ഈ ലോകത്തിന്റെ 1000 പുൽക്കൂട്ടുകളിൽ ഉണ്ണീശോ ജനിച്ചാലും നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ണീശോ ജനിക്കുന്നില്ലെങ്കിൽ ആ ക്രിസ്മസ് നമുക്കൊരു ആഘോഷമല്ല. അതുപോലെ നമ്മുടെ ഈ സ്നേഹം, ദൈവം തന്ന ഈ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചാൽ നമ്മൾ പ്രകടിപ്പിക്കുമ്പോഴാണ് നമുക്കും ക്രിസ്മസിന്റെ ആഘോഷം ഉണ്ടാകുന്നത്. ഒരു വർഷങ്ങൾക്ക് മുമ്പ് കണ്ട ഒരു വീഡിയോ, സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു വീഡിയോ ഞാൻ ഓർക്കുകയാണ്. ഇവിടെ സാന്റ സെർച്ചിങ് എന്ന് പറഞ്ഞാൽ കണ്ടപ്പോൾ അതാണ് ഞാൻ പെട്ടെന്ന് ഓർത്തത്. ഒരു കുഞ്ഞു പയ്യൻ സൺഡേ സ്കൂൾ ക്ലാസ്സിൽ ഈശോയെ കുറിച്ച് കേട്ടിട്ട് ഈശോയെ തപ്പി ഇറങ്ങുകയാണ്. ഒരു ദിവസം രാവിലെ പോയിട്ട് അമ്മച്ചിയോട് പറയാണ്, ഞാൻ ദൈവത്തെ കണ്ടുപിടിക്കാൻ പോവാം, ദൈവം ആരാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പോവാന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുക. അപ്പോൾ അമ്മ പറയാണ്, നീ തന്നെയാണ് പോകുന്നത്, ഒത്തിരി വൈകരുത്, ഒത്തിരി വൈകാതെ നീ വീട്ടിലേക്ക് തിരിച്ചു വരണം. നീ ഏതായാലും പോകുന്നതല്ലേ, നിന്റെ ബാഗിൽ നിനക്ക് കുടിക്കാനായിട്ട് ജ്യൂസും ബിസ്ക്കറ്റൊക്കെ എടുത്തോളാൻ പറഞ്ഞിട്ട് 2 കുപ്പി ജ്യൂസും കുറച്ച് ബിസ്ക്കറ്റ് എല്ലാം ബാഗിൽ എടുത്തിട്ട് അവൻ ദൈവത്തെ തെരഞ്ഞിറങ്ങുക. അവനങ്ങനെ ഹോസ്പിറ്റലുകളും അതുപോലെ നഗരത്തിന്റെ വീതികളെല്ലാം അങ്ങനെ തെരഞ്ഞ് നടന്നിട്ടൊന്നും ദൈവത്തെ കണ്ടുകൂട്ടാനായില്ല. അങ്ങനെ ഒത്തിരി മടുത്ത സമയത്ത് ഒരു ഉദ്യാനത്തിന്റെ ബെഞ്ചിൽ അവൻ ഇരിക്കുകയാണ് തന്നെ, കുഞ്ഞു പയ്യൻ. അവൻ ദാഹിക്കൊണ്ട് അവൻ ബാഗ് തുറന്ന് ജ്യൂസ് കയ്യിലെടുത്ത് ബിസ്ക്കറ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബെഞ്ചിന്റെ അപ്പുറത്തെ വശത്ത് ഒരു ഭിക്ഷാടനം നടത്തുന്ന ഒരു സ്ത്രീ ഇരിക്കുന്നത് കണ്ടു. ഈ സ്ത്രീ ഈ കൊച്ചിനെ ഇങ്ങനെ നോക്കിയിരിക്കുക. അപ്പൊ ഈ കൊച്ചു അമ്മയെ നോക്കി കുറച്ചു നേരം ഇരുന്നു. അമ്മയ്ക്ക് വിശക്കുന്നുണ്ടെന്ന് അവന് തോന്നി. അവന്റെ കയ്യിലിരുന്ന ബിസ്ക്കറ്റും ഈ ജ്യൂസും എടുത്ത് ഈ അമ്മയ്ക്ക് കൊടുത്തു. ഈ ഭിക്ഷക്കാരിയായ ഈ അമ്മ ഒത്തിരി സ്നേഹത്തോടെ അത് സ്വീകരിച്ചു. അവർ കുറെ നേരം ഇരുന്ന് കുറെ വർത്താനമൊക്കെ പറഞ്ഞു.
അത് കഴിഞ്ഞ് രണ്ടുപേരും ബൈയൊക്കെ പറഞ്ഞ് വീട്ടിലേക്ക് പോയി. ഈ കൊച്ചു വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് അമ്മ വാതിക്കലുണ്ടായിരുന്നു. ഒരു പുഞ്ചിരിയോടെ ചെറിയൊരു കളിയാക്കലോടെ ഈ അമ്മ കൊച്ചിനോട് ചോദിച്ചു, ദൈവത്തെ കണ്ടോ? അപ്പോൾ ഈ കൊച്ചു പറഞ്ഞു, ഞാൻ കണ്ടു, പക്ഷെ ഞാൻ വിചാരിച്ചതുപോലെയല്ല, ദൈവം ഒരു സ്ത്രീയാന്ന് പറഞ്ഞു. ഈ അമ്മ ഈ ഭിക്ഷാടനം നടത്തുന്ന ഈ അമ്മയും തിരിച്ച് വീട്ടിലേക്ക് പോയി. പോകുന്ന വഴിക്ക് കൂടെ ഭിക്ഷാടനം നടത്തുന്ന മറ്റൊരു സ്ത്രീ ഈ അമ്മയെ കാണാൻ ഇടയായി. അപ്പോൾ നിനക്ക് നിന്റെ മുഖം വ്യത്യസ്തമാണല്ലോ, ഒരു പുഞ്ചിരിയൊക്കെ ഉണ്ടല്ലോ, സന്തോഷമുണ്ടല്ലോ, എന്താ ഉണ്ടായെന്നേന്ന് ചോദിച്ചു. അപ്പോൾ ഈ അമ്മ ഭിക്ഷാടനം നടത്തി ഈ കൊച്ചിനെ കണ്ടുമുട്ടി അമ്മ പറയാണ്, ഇന്ന് ഞാൻ എൻ്റെ ദൈവത്തെ കണ്ടുമുട്ടി, പക്ഷെ ഞാൻ വിചാരിച്ച പോലെയല്ല, ദൈവം ഒരു ശിശുവാണ്. അപ്പം നമ്മൾ സ്നേഹം എവിടെയെല്ലാം കൊടുക്കുന്നുണ്ടോ അവിടെയെല്ലാം ദൈവത്തെ കാണാനും സാധിക്കുന്നു. നമ്മൾ പല കേരളത്തിലെ പല ഭാഗങ്ങളിൽ നിന്നുള്ളവർ എന്താണ് നമ്മളെല്ലാം ഒരുമിച്ച് ചേർക്കുന്നത് വെച്ചാൽ നമ്മുടെ ഭാഷയായിരിക്കും, നമ്മൾ ജനിച്ചു വളർന്ന നമ്മുടെ നാടായിരിക്കും. സ്നേഹം എവിടെയെല്ലാം കൊടുക്കുന്നുണ്ടോ അവിടെയെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്രിസ്മസ് ആഘോഷവും ഈ ഒന്നിച്ചു ചേരലും ദൈവത്തിൻ്റെ സാന്നിധ്യം ഉറപ്പിക്കുന്നതും കൂടി ആയിരിക്കട്ടെ. എല്ലാവർക്കും ക്രിസ്മസിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹാപ്പി ക്രിസ്മസ്. ഇപ്പൊ കിട്ടിയ ന്യൂസ് വെച്ച് സാന്റ എവിടെയാണെന്ന് അറിയോ? സാന്റ ജിമ്മിലാണ്, ബോഡി ഒന്ന് ബിൽഡപ്പ് ചെയ്തെടുക്കാൻ. ഓ, അന്ന് നേരത്തെ അവര് പറഞ്ഞില്ലേ ബോഡി ഷേം ചെയ്ത് വിട്ടില്ലേ, അതിന്റെ ഭാഗമായിട്ടാ. അയ്യോ, ആ ചേട്ടൻ നേരത്തെ ബോഡി ഷേം ചെയ്ത് വിട്ടില്ലേ, ഇപ്പൊ സാന്റ ജിമ്മിലാ പോലും ഉള്ളത്. ഏത് ജിമ്മിലാടാ? നമ്മുടെ 5 തെങ്ങിലെ ജിമ്മില്. നമ്മുടെ 5 തെങ്ങിലെ ജിമ്മില്. അവിടെ വരെ നമുക്കൊന്ന് പോയി നോക്കിയാലോ? നമുക്ക് നമുക്ക് ജിമ്മിൽ പോയി നോക്കാം. എന്നാ നമുക്ക് 5 തെങ്ങിലെ ജിമ്മിൽ പോയി നോക്കിയാലോ? സാന്റ എന്താ ചെയ്യുന്നത് നോക്കാം കേട്ടോ. ഒരു അപേക്ഷയുണ്ട്. ആ കുട്ടിയുടെ പാരൻസ് ഒന്ന് ആ കുട്ടിയെ ഒന്ന് ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ പെർഫോം ചെയ്യുന്ന സമയത്തുള്ള ആ ഒരു ഇത് ഒഴിവാക്കാമായിരുന്നു. അപ്പം ദയവ് ചെയ്ത് കുട്ടിയുടെ പാരൻസ് ഒന്ന് ആ കുട്ടിയെ ഒന്ന് എടുക്കണമായിരുന്നു. മാഷേ, ഞാൻ വന്നു. സാന്റ, അവിടെ ജിംബോളുണ്ട്, അത് വെച്ചുള്ള വർക്കൗട്ട് ആയിക്കോട്ടെ എന്ന്. ഞാനിപ്പോ വരാം. ഓളിപ്പോ എവിടെയാ? ഇവിടെ ഉണ്ട്. മാഷേ ഇതിൽ കളിച്ച വയറ് കുറയോ? ആ, പിന്നെ വയറൊക്കെ കുറയും, നല്ല ചെറുപ്പാവുകയും ചെയ്യും. അല്ല സാന്റ, നിങ്ങൾ എന്തെന്നാ കളിക്കുന്നേ? ഇത്രയും നാളെ ജിമ്മിൽ വന്നിട്ട് പ്ലാസ്റ്റിക് ബോൾ ഏതാ, ജിം ബോൾ ഏതാ തിരിയുന്നില്ലേ? ഇതിൽ കളിച്ച വയറല്ല, എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. അല്ല മോനെ, ഞാൻ വിചാരിച്ചു. നിങ്ങളൊന്നും പറയണ്ട, നിങ്ങളെ കൊണ്ടൊന്നും പറഞ്ഞ പരിപാടിയല്ലേ ഇത്. പോയെ വെറുതെ മനുഷ്യൻ സമയം കെടുത്താൻ വന്നോളൂ. ഈ സമയത്ത് എനിക്ക് കണ്ട് പുഷപ്പെടുത്താം. പോയെ ഈ വയസ്സാം കാലത്ത് ഇയാൾക്കൊന്നും വേറെ പണി. എല്ലാ വർഷവും വരുന്ന പോലെ സമ്മാനം വന്നാൽ പോരെ. കുറച്ച് സാഡാണല്ലോ, എന്താ ഇപ്പൊ ചെയ്യാ? അതെ, നമ്മുടെ അവിടുന്ന് സാന്റയെ ഇറക്കി വിട്ടു എന്നാണ് കേൾക്കുന്നത്. അപ്പൊ ഇനിയിപ്പോ എങ്ങോട്ടാണ് സാന്റയുടെ പോക്ക്? അപ്പൊ നമ്മളുടെ പ്രോഗ്രാം അതിനിടയിൽ നമ്മുടെ കൊയർ ഒരുങ്ങി നിൽപ്പുണ്ട് സോങ്ങുമായി. ഈ പവിത്രമായ ക്രിസ്മസ് സന്ധ്യയിൽ നമ്മുടെ ഹൃദയങ്ങളെ സ്പർശിക്കുന്ന ആനന്ദവും ശാന്തിയും പകർന്ന് സ്വരമാധുര്യങ്ങളുമായി ക്രിസ്മസിന്റെ സന്ദേശം പകർന്നുകൊണ്ട് നമ്മുടെ കൊയർ സംഘം അരങ്ങിലെത്തുകയാണ്. ക്രിസ്മസ് കൊയർ ലീഡ് ബൈ സുജ അലക്സ് ആൻഡ് ടീം, coordinated by Joshina Lerner.
എന്നാൽ നമുക്ക് ഈ സാഡ് സീൻ ഒന്ന് മാറ്റി പിടിക്കാം അല്ലേ?
അവസ്മരണീയമായ നിമിഷങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ ആസ്വദിച്ച ആസ്വാദികരമാക്കിയ ഈ ടീമിലെ നിങ്ങൾ ഓരോരുത്തരെയും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. ക്രിസ്മസിൻ്റെ സന്തോഷവും കുട്ടികളുടെ പാതി നിഷ്കളങ്കതയും നിറഞ്ഞ ഒരു മനോഹര നൃത്ത പരിപാടി. ചിറകുകൾ വിടർത്തി ഗാനമാലകൾ കോർത്ത് സന്തോഷം പകരുന്ന നമ്മുടെ ഈ സ്നേഹപൂർവ്വ കുട്ടികളെ നമുക്ക് കൈയടിച്ച് വേദിയിലേക്ക് സന്തോഷപൂർവ്വം സ്വീകരിക്കാം.
ജോലി കിട്ടിയിട്ട് വേണം ഈ താടി ഒന്ന് ഡൈ ചെയ്യാൻ. പിന്നെ ഈ ചുവന്ന പാൻറ്റൊക്കെ മാറ്റി നല്ല കാർഗോസ് പാൻറ്റൊക്കെ ആക്കണം. മാനത്തെ ചന്ദ്രനൊത്തൊരു മണിമാളിക കെട്ടും ഞാൻ, അറവിപ്പൊന്നൂതിയൊരുക്കി അറവാതിൽ പണിയും ഞാൻ. പിന്നെ അപ്പൻ്റെ പൈസ അവനവൻ ഒരുക്കുന്ന കുരു കഴിച്ചെടുക്കുമ്പോ കൊല്ലുമായി. അയ്യോ, എന്താ ഒരു പാട്ട് കേട്ടെ? ഓ, പാട്ടൊന്നുമില്ലെന്നേ, അത് നമ്മളെ പിള്ളേര് കരോള് പാടുന്നതാ. കാശെടുക്ക സാധ. അതാ അവനവൻ ഒരുക്കുന്ന കുരു കഴിച്ചെടുക്കുമ്പോ കൊല്ലുമായി. അയ്യോ, ഇപ്പൊ കേട്ടില്ലേ? സാന്റ കളിക്കല്ലേ, പോയിട്ട് വേറെ പണിയുണ്ട്. കാശ് താ സാന്റ. മാനത്തെ ചന്ദ്രനൊത്തൊരു മണിമാളിക കെട്ടും ഞാൻ, അറവിപ്പൊന്നൂതിയൊരുക്കി അറവാതിൽ പണിയും ഞാൻ. അപ്പൊ അങ്ങേര് സാധനം പറ്റിച്ചല്ലേ? അതെ അതെ, ഞാൻ ന്യൂസ് കണ്ടിരുന്നു. നമ്മുടെ നാടിത് എങ്ങോട്ടൊക്കെ പോകുന്നല്ലേ? എന്തോരം വിസ തട്ടിപ്പ് കേസുകളും പല പൈസേനെ കൊണ്ടുള്ള എന്തോരം തിരിമറികൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാലും ഞങ്ങളുടെ ടീം ശ്രമിക്കുന്നുണ്ട് സാന്റയെ ഈ ഒരു പരിപാടിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി. സാന്റ ഇല്ലാതെ നമ്മൾ എങ്ങനെ കരോള് പാടും? കേക്ക് മുറിക്കണ്ടേ, നമുക്ക് കരോള് പാടണ്ടേ, ഇതിനൊക്കെ സാന്റനെ വേണ്ടേ? എല്ലാം ശരിയാവും ജോഷിന, വിശ്വാസം അതല്ലേ എല്ലാം. അതെ അതെ അതെ. അല്ല ശുഭ, ക്രിസ്മസ് ആയിട്ട് നമ്മള് ഉണ്ണിയേശുവിന്റെ ജനനത്തെ കുറിച്ചൊന്നും പറയുന്നില്ലേ? അതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതെ അതെ. അപ്പോൾ നമുക്ക് അടുത്തതായി ഈ ആഘോഷവേളയിൽ ക്രിസ്മസിന്റെ ഏറ്റവും മനോഹര സന്ദേശം നമുക്ക് മനസ്സിലാക്കാനായി ഒരു പ്രത്യേക ദൃശ്യാനുഭവം അരങ്ങിലെത്തി. പവിത്രമായ ബത്ലഹേമിലെ ഒരു ഗുഹയിൽ ജനിച്ച ഒരു കുഞ്ഞിൻ്റെ കഥ നമ്മെ വീണ്ടും ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തിലേക്ക് നയിക്കുന്നു. സ്നേഹത്തിൻ്റെയും കരുണയുടെയും ദീപ്തമായ സന്ദേശവുമായി ക്രിസ്തു ജനനത്തിൻ്റെ ഈ ഒരു മനോഹര ദൃശ്യം നമ്മൾക്ക് കാണാം. പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യയെന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. എലിസബത്ത്, സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് നിന്റെ ഉദരപരവും അനുഗ്രഹീതം. എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്കെവിടെ നിന്ന്? ഇതാ നിന്റെ അഭിവാദന സ്വരം എന്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എന്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. നോക്കൂ, ശിശു സന്തോഷം കൊണ്ട് കുതിച്ചു ചാടുന്നു. എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും.
മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശുവിനെ പേരിടണം. എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. ലോകമെമ്പാടുമുള്ള എല്ലാവരുടെയും പേര് എഴുതി ചേർക്കണമെന്ന് ഒരു രാജകൽപ്പന പുറപ്പെടുവിച്ചിരിക്കുന്നു. അതനുസരിച്ച് നാം എല്ലാവരും നമ്മുടെ പട്ടണമായ ബെത്ലഹേമിൽ പോയി പേരെഴുതി ചേർക്കണം. പക്ഷേ ഈ അവസ്ഥയിൽ നാം എങ്ങനെ പോകും? എന്റെ ദൈവമേ, നിനക്ക് സ്തുതി. ഓ ബെത്ലഹേം, നിന്നെ കുറിച്ചുള്ള പ്രവചനം പെട്ടെന്ന് പൂർത്തിയാകാൻ പോകുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് പോകണം. എനിക്ക് വയ്യ ജോസഫ്, ഇനി ഒരടി നടക്കാൻ എനിക്ക് സാധിക്കില്ല. അമ്മേ, നീ ഇവിടെ ഇരിക്കൂ, ഞാനൊരു സ്ഥലം കണ്ടുപിടിക്കട്ടെ. നിനക്കെന്ത് വേണം? എന്നോട് ദയ കാണിക്കണമേ. എന്റെ ഭാര്യയ്ക്ക് പ്രസവ സമയം അടുത്തു. ഞങ്ങൾക്ക് ഒരല്പം ഇടം തരണം. ഇല്ല ഇല്ല, അല്പം പോലും സ്ഥലമില്ല. ആളുകളെ കൊണ്ട് സത്രം നിറഞ്ഞു. നിങ്ങൾ വേറെ എവിടെയെങ്കിലും അന്വേഷിക്കൂ. ആരെയും അകത്തേക്ക് കയറ്റിവിടരുത്. ദയവായി ഞങ്ങളെ പരിഗണിക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ. എന്റെ ദൈവമേ, ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളോട് ദയ കാണിക്കണമേ. എന്റെ ഭാര്യയ്ക്ക് പ്രസവ സമയം അടുത്തു. ഞങ്ങൾക്ക് വിശ്രമത്തിനായി ഒരിടം കിട്ടാതെ നിർവാഹമില്ല. ദയവായി അല്പം ഇടം തരണമേ. എനിക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കുകയില്ല. പേരെഴുതിക്കാനായി വന്ന ജനങ്ങളെ കൊണ്ട് ബെത്ലഹേം നിറഞ്ഞിരിക്കുന്നു. എല്ലായിടത്തും തിരക്കാണ്. ഈ രാത്രിയിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും സ്ഥലം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കിവിടെ ഒരു മുറിയും ലഭിക്കില്ല. മേരി, നിനക്കിപ്പോൾ എങ്ങനെയുണ്ട്? ഒരല്പം മുമ്പോട്ട് പോയി മറ്റേതെങ്കിലും സ്ഥലം അന്വേഷിക്കാൻ സാധിക്കുമോ? എനിക്ക് സാധിക്കില്ല. ഈ സമയത്ത് വേറെ എവിടെയെങ്കിലും സ്ഥലം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് കാര്യമൊന്നുമില്ല. ഞാനൊരു സ്ഥലം കാണിച്ചു തരാം. അതാ അവിടെ ഒരു കുടിലിന്റെ മുമ്പിൽ തീ കൂട്ടിയിരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? ആ കുടിലിന്റെ പുറകിലായ ഒരു സ്ഥലമുണ്ട്. അവിടെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതൊരു സത്രമല്ല, പക്ഷേ ഇപ്പോൾ നിങ്ങൾക്കത് ഉപകാരപ്പെടും. അതൊരു പുൽത്തൊഴുത്താ. നമുക്ക് പതിയെ അവിടേക്ക് പോകാം.
സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുക. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു എന്ന് ജനിച്ചിരിക്കുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുക. കാഴ്ചദ്രവ്യങ്ങൾ സ്വീകരിച്ചാൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. സാങ്കേതിക സഹായികൾ എഡിറ്റിംഗ്, ഡബ്ബിംഗ് ആൻഡ് എലിമിനേഷൻ എൽദോ സി ജോയ്, പ്രോപ്പർട്ടീസ് മാനേജ്മെന്റ് റോമിയോ പി ഫ്രാൻസിസ്, ചീഫ് കോർഡിനേറ്റർ അനുഷ വിജേഷ്, ലൈറ്റ് ആൻഡ് സൗണ്ട് ദീപക് ഡേവിസ്, അരങ്ങത്ത് മാലാഖ കീർത്തന ദിനേഷ്, ജോസഫ് സോബിൻ ജോസഫ്, മറിയം അനുപ ജിജോ, എലിസബത്ത് റെനി സജി, സത്രക്കാരന്മാർ ജോൺസൺ കെ ജോസ് ആൻഡ് എൽദോസി ജോയ്, ദേശക്കാരി ലക്ഷ്മി സൂരജ്, ആട്ടിടയന്മാർ ഏബൽ സജി, ധൻവിക് ജേക്കബ്, എഫ് എം ജൂലിൻ ആൻഡ് ആരാധ്യ സൂരജ്, രാജാക്കന്മാർ ഷൈജു കുര്യാക്കോസ്, സാൻജോ ഫ്രാൻസിസ് ആൻഡ് ജോർജ് ബേബി. ഒരു വലിയ കൈയടി കൊടുക്കാം. ബിക്കോസ് ഈ ഒരു സ്ക്രിപ്റ്റ് ഇല്ലായിരുന്നെങ്കിൽ ദിസ് വുഡ് ബി ആൻ ഇൻകംപ്ലീറ്റ് ഷോ. ഇന്നത്തെ ഇതിനെ കംപ്ലീറ്റ് ആക്കിയത് ഇവരുടെ ഒരു വലിയ എഫേർട്ടാണ്. താങ്ക് യു ടു ദ ഡയറക്ടർ ആൻഡ് ദ ടീം. സാബുചാന് പ്രത്യേകം നന്ദി ഈ സമയത്ത്. സാന്റ, ഞാൻ ന്യൂസ് കണ്ടു. വിഷമിക്കണ്ട കേട്ടോ. വാ, എനിക്ക് ഇവിടെ മുഴുവൻ ഇങ്ങനെയുള്ളവർ മാത്രമല്ല, ഒത്തിരി നല്ല മനുഷ്യന്മാരുമുണ്ട്.
ചില ജീവിത സാഹചര്യം കൊണ്ട് അങ്ങനെ ആയവരാണ് അതിൽ പലരും. സത്യം പറഞ്ഞാൽ ഇവിടെ ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല സാന്റ. നമുക്കൊരു കാര്യം ചെയ്താലോ, ഒരു ലോൺ എടുത്താലോ? ലോണോ? അതെ, ഒരുപാട് ബാങ്കുകൾ ഇപ്പോൾ ചെറുകിട വ്യവസായങ്ങൾക്ക് ലോൺ കൊടുക്കുന്നുണ്ട്. സാന്റയ്ക്കും കിട്ടും. അത് വെച്ച് ചെറിയൊരു കടയിടാം. സാന്റയ്ക്ക് ഇഷ്ടം സമ്മാനങ്ങളല്ലേ? വില കൊടുത്ത് സമ്മാനങ്ങൾ വാങ്ങട്ടെ ഇനി കുട്ടികൾ. അവർ അറിയട്ടെ സാന്റയുടെ വില. ആണോ? പക്ഷേ ഞാനിപ്പോ ഇവിടുന്ന് എങ്ങനെയാ പുറത്തിറങ്ങുന്നത്? ന്യൂസ് മൊത്തം എന്നെ കുറിച്ചല്ലേ. സാന്റ വിഷമിക്കണ്ട. എന്റെ സുഹൃത്ത് ഒരു ബാങ്ക് മാനേജർ ഉണ്ട്. അദ്ദേഹം ഇപ്പൊ വരും. അങ്ങനെ സാന്റയെ സഹായിക്കും. എന്താ ദാസ നമുക്ക് ഈ ബുദ്ധി നേരത്തെ തോന്നാഞ്ഞത്? ഓരോന്നിനും അതിൻ്റെതായ സമയമില്ലേ ദാസ? സാന്റ ഓ, സാന്റ അല്ലേ? അതെ. എന്താ? ഒരു ലോൺ വേണം. തരാനോ? അതിന് ആദ്യം അപേക്ഷിക്കണം. ഓ, അതിനെന്താ? എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ലോൺ തരണം എൻ്റെ മാനേരെ. ഇതെന്താണോ? ഇയാൾ എന്താ ഇങ്ങനെ? അയ്യോ സാർ, അങ്ങേർക്ക് ഇതൊന്നും പരിചയമില്ല. സാന്റ അതല്ല. ശരി, ഇനി ആധാർ കാർഡ്. ആധാരം? ആധാരമല്ല, ആധാർ. അതില്ലേ? ലൈഫ് സർട്ടിഫിക്കറ്റ്? ഈ മാനേജർ ഇത് എന്തൊക്കെയായി പറയുന്നേ? നിങ്ങൾ ജീവിച്ചിരിക്കുന്ന രേഖ. ഞാനല്ലേ ഈ ജീവിച്ചിരിക്കുന്നേ. ഇനി അതിനും രേഖ വേണോ? അതേ സുഹൃത്തെ, ഇങ്ങനെ ഇവിടെ ലോണൊന്നും കിട്ടില്ല. ഞാൻ പോയി എന്റെ പണി നോക്കട്ടെ. അതെ, കമ്മിറ്റിക്കാരോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. സാന്റ വരുവോ ഇല്ലയോ? ഞങ്ങൾക്ക് ഇപ്പൊ അറിയണം. നിങ്ങൾക്ക് ഇപ്പൊ അറിയട്ടെ, സാന്റ വരുവോ ഇല്ലയോ? വരുവോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? സാന്റ വരുവോ ഇല്ലയോ? ആ കഥ കുട്ടികൾക്കെല്ലാം സാന്റ വരണം. അപ്പൊ എനിക്ക് സാന്റ എനിക്ക് കൂൾ ഡൗൺ. ഞാൻ ഇത്ര നേരമായി ഞങ്ങളെ ടീം ശ്രമിക്കുന്നത് നിങ്ങൾ കാണുന്നതല്ലേ. എന്ത് ശ്രമിക്കുന്നുണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത്? ഇപ്പൊ ഈ സമയം തൊട്ട് എന്തൊക്കെയാ സംഭവിച്ചത്? സാന്റ ഈ കുട്ടികളോട് പണങ്ങിയിട്ട് എത്ര സ്ഥലത്ത് കയറി ഇറങ്ങി, ജിമ്മിൽ പോയി, ലോൺ എടുക്കാൻ പോകുന്നു, പല സ്ഥലത്തും അങ്ങനെ ഇങ്ങനെയെല്ലാം പോകുന്നു. അതെ അതെ, ക്രിസ്മസ് ആയിട്ട് എന്താ ഇവിടെ പ്രശ്നം? നിങ്ങളൊന്ന് നിർത്തിയേ. കുറെ നേരമായി ഞങ്ങൾ സാന്റനെ അന്വേഷിക്കുന്നത്. ഇതുവരെ സാന്റനെ കാണാനില്ല. ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾക്ക് സാന്റ വേണം. ഇത് ഇത്രയും വലിയ പ്രശ്നമാക്കണോ? കുട്ടികൾ വിചാരിച്ചത് തീർക്കാൻ പറ്റില്ലേ? പിള്ളേരെ He's making a list and checking it twice. Gonna
സമാധാനം. മനുഷ്യ ജീവിതം അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത് ഇവയെല്ലാം മുറുകെ പിടിക്കുമ്പോഴാണ് എന്ന വലിയ സത്യം ലോകത്തിന് നൽകിയ യേശുക്രിസ്തു. ആ തിരുപ്പിറവി യാഥാർത്ഥ്യമായ ദിനമാണ് ക്രിസ്തുമസായി ലോകമെങ്ങും ആഘോഷിക്കുന്നത്. തിന്മയെ മറികടന്ന് നന്മയെ ജയിക്കാൻ സ്വന്തം ജീവൻ വില നൽകേണ്ടി വന്ന യേശുക്രിസ്തുവിന്റെ ജന്മദിനം ആഘോഷിക്കുവാൻ നാടെങ്ങും ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി കുട്ടികൾ അറിയാൻ വേണ്ടി സമ്മാനങ്ങൾ അത് ചെറുതോ വലുതോ ആകാം. ഇതുപോലെ മനുഷ്യരിലും വലിപ്പ ചെറുപ്പ വ്യത്യാസങ്ങളോ നിറവ്യത്യാസങ്ങളോ വണ്ണ കൂടുതലോ കുറവോ ഇല്ല. ഇതുതന്നെയാണ് ഈ ദിവസം നിങ്ങൾക്ക് പകർന്നു നൽകാനുള്ള മഹത്തായ സന്ദേശം. എല്ലാവരെയും സ്നേഹിക്കാൻ പഠിപ്പിച്ച ത്യാഗത്തിന്റെ പര്യായമായ യേശുനാഥന്റെ ഓർമ്മയിൽ സന്തോഷകരമായ ഒരു ക്രിസ്മസ് ദിനം നേരുന്നു. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. നമുക്ക് നേരെയുള്ള ഒരു കണ്ണാടി, നമുക്ക് മുന്നേ നടന്നു പോയവർ നമുക്ക് തന്ന മഹത്തായ സന്ദേശം. ഈ സന്ദേശം നമുക്ക് നൽകാനായി ഇതിൻ്റെ മുന്നിലും പിന്നിലുമായി പ്രവർത്തിച്ചവരെ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നു. നമ്മുടെ സ്കിറ്റിൽ അഭിനയിച്ച് ആ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയ ജിജ ഷജിൽ, ലക്ഷ്മി പ്രവീൺ, ജേക്കബ്, ജൂലിൻ, പ്രവീൺ, സേതു, ഷിജു, സജി, സജിറ്റഡ് ആൻഡ് നമ്മുടെ പ്രിയപ്പെട്ട സാന്റ ടോണി. ടോണി സാറിന്റെ ശരീരം സാന്റയ്ക്കും സൗണ്ട് കൊടുത്തത് സേതുവാണ്. വലിയൊരു കയ്യടി കൊടുക്കാം. സൗണ്ട് തന്ന് സഹായിച്ച മറ്റൊരാളാണ് നന്ദുചേട്ടൻ. നന്ദുചേട്ടന് പ്രത്യേക താങ്ക്സ്. ഇതിന്റെ എഡിറ്റിങ്ങിനെ സഹായിച്ചത് ജോബിച്ചേട്ടനാണ്. ജോബിച്ചേട്ടനോടുള്ള നന്ദിയും ഈ സമയത്ത് അറിയിക്കുന്നു. ഇത് ഈ ഒരു സ്കിറ്റ് ക്രിയേറ്റീവായി ചെയ്തത് നമ്മുടെ ജോഷിനെയാണ്. അപ്പൊ ജോഷിനൊക്കെ നിങ്ങളുടെ ഒരു പ്രത്യേക കയ്യടി നൽകേണ്ടതുണ്ട്. തികച്ചും ഇത് ഒരു ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞ ഒരു പേപ്പറിൽ ഒരു പെണ്ണ് വെച്ച് ഒരു സീൻ വെച്ച് തുടങ്ങിയതാണ്. പിന്നെ സീൻ 1, സീൻ 2, സീൻ 3 ഇങ്ങനെ ഇത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആക്കി എടുത്തത് നമ്മുടെ ജോഷിലാൽ. നിറഞ്ഞ കയ്യടി ജോഷിനൊക്കെ നമ്മൾ നൽകുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. വരികൾക്ക് ജീവൻ കൊടുത്ത എല്ലാവർക്കും ഉള്ള അഭിനന്ദനവും ഈ സമയത്ത് അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. എന്തായാലും നമ്മളുടെ സാന്റ വന്നു, നമ്മളെല്ലാവരും ഹാപ്പിയായി. അപ്പൊ ഇനി നമുക്ക് കേക്ക് കട്ടിങ് നടത്തിയാലോ? ഓക്കെ, സാന്റ എത്തിയല്ല, ഇനി എൻജോയ്മെന്റ്. കേക്ക് കട്ടിയാ. നമ്മുടെ ക്രിസ്മസ് ആഘോഷത്തിന്റെ മധുരവും സന്തോഷവും പങ്കിടാൻ നമുക്ക് ഈ നിമിഷം കേക്ക് മുറിച്ച് ആഘോഷിക്കാം. വേദിയിലേക്ക് സ്നേഹപൂർവ്വം ഈ സന്തോഷ നിമിഷത്തിൽ നമുക്ക് ആശംസകൾ അർപ്പിക്കാൻ വേണ്ടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു തുളസിയേട്ട്. ക്രിസ്മസ് യേശുക്രിസ്തുവിൻ്റെ ജന്മവുമായി ബന്ധപ്പെട്ട് ആഘോഷിക്കുന്ന ഒരാഘോഷമാണ്. ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും അല്ലാതെ ഇന്നിപ്പോൾ ലോകത്തിൻ്റെ നാനാ
ഭാഗത്തുള്ള എല്ലാ ജാതിമത ആൾക്കാരും ഇന്ന് ആഘോഷിക്കുന്നുണ്ട്. ക്രിസ്തുമസ് നമ്മുടെ നാട്ടിലേക്ക് ആഘോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുൽക്കൂടെടുക്കൽ അല്ലെങ്കിൽ നക്ഷത്രം അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ആഘോഷങ്ങളായിട്ട് നടക്കുന്നത്. ശരിക്കും നമ്മൾ നമ്മുടെ മനസ്സിൽ ഉള്ള ക്രിസ്മസ് ആഘോഷങ്ങൾ, അതായത് ഈ പുറകിൽ കാണുന്ന ഇതുപോലത്തെ സാന്തായും മഞ്ഞ് വീണ് നിറഞ്ഞ വഴികളും പുൽച്ചെടികളും വീടിൻ്റെ ഭാഗങ്ങളും ഒക്കെ ഉള്ള ശരിക്കും ക്രിസ്മസ് നമ്മുടെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്ന ഈ ക്രിസ്മസ് ശരിക്കും ഇന്ന് നടക്കുന്നത് ഫിൻലാൻഡ് എന്ന് പറഞ്ഞ ഒരു രാജ്യത്ത് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ അതാത് രാജ്യങ്ങളുടെ രീതിയിൽ സ്നേഹം, ഈ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലുതോ സ്നേഹം തന്നെ. നമുക്ക് ചുറ്റുമുള്ളവരോട് സ്നേഹവും അനുകമ്പയും സന്തോഷവും പ്രചരിപ്പിക്കാം. ഓൺ ബിഹാഫ് ഓഫ് മെഡിമിനോവ ഹെൽത്ത് കെയർ സെന്റർ, ഐ വിഷ് യു ഓൾ എ മെറി ക്രിസ്മസ്. താങ്ക് യു. ഒരു സായാഹ്നം ഇത്രയും മനോഹരമായ ഇത്രയും ക്രൗഡോടുകൂടി ആഘോഷിക്കാൻ സാധിച്ചതിൽ കലാമണ്ഡലത്തിന് വളരെ ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട്. എൻ്റെ കമ്മിറ്റിയുടെ പേരിലും എൻ്റെ പേരിലും ഞാൻ നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ 2 ഫാദേഴ്സ്, ലിൻഡോ സ്റ്റീഫൻ, ഫാദർ CM ജോ, അവർക്ക് അവരുടെ മെസ്സേജും അവരുടെ പാട്ടും എല്ലാം നല്ലതായിരുന്നു. നിങ്ങളുടെ അത്രയും വിലയേറിയ സമയം ഞങ്ങൾക്കായി ചെലവഴിക്കാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് നന്ദിയുണ്ട്. പിന്നെ നമ്മുടെ സീനിയേഴ്സ് മെമ്പേഴ്സും എല്ലാവരും വിളക്ക് തെളിയിക്കാൻ ഞാൻ വിളിച്ചപ്പോൾ ഇന്നാണ് ഞാൻ വിളിച്ചത്. എന്നാലും എല്ലാവരും ആ സമയത്ത് ഇവിടെ എത്തിയിരുന്നു. അതിനും വളരെ നന്ദിയുണ്ട്.